ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. Let us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. 10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള IT ക്വിസ് മത്സരത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ടീം അംഗങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുരേന്ദ്രൻ. ഞാൻ കൈറ്റ് കണ്ണൂരിലെ മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്ററാണ്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഇന്നത്തെ ഈ മത്സരത്തിലേക്ക് എത്തിയിട്ടുള്ള 5 ടീമുകളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിന്റെ ശ്രോതാക്കളായിട്ടുള്ള ഈ വർഷം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് ആരംഭിക്കാം. ആദ്യം ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ. പാർവണ പ്രകാശ്. എന്റെ പേര് സാൻവിയ KP. ഞങ്ങൾ PRM കൊളലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ബി. ഞാൻ ദിയ അനുനന്ദ. നമ്മൾ GGVHSS ചെറുകുന്നിൽ നിന്ന് വരുന്നു. ടീം സി. മുഹമ്മദ് അംദാൻ കെ. മുഹമ്മദ് വിൽഷാദ് GHSS പുഴാതി സ്കൂളിലായിരുന്നു. ടീം ഡി. അനീവ രാജീവ്. ആശാപൂർണ. ഞങ്ങൾ SGHSS വാഴട്ടുപറമ്പ്. ടീം ഇ. ഞാൻ കൃഷ്ണവേണി. ഞാൻ അന്നപൂർണ. ഞങ്ങൾ GHSS പള്ളിക്കുന്നിൽ നിന്ന് വരുന്നു. റേഡിയോ ടീച്ചർ ക്യൂസ് മത്സരത്തിലൂടെ IT പാഠപുസ്തകത്തിലെ ആദ്യത്തെ വോളിയം, ആദ്യ പുസ്തകം ഇതിനകം പരിപാടിയോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പുസ്തകമാണ് ഇന്ന് ഈ പരിപാടിയിൽ അവതരിപ്പിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം അതിന്റെ കണ്ടന്റ് 4 ചാപ്റ്റർ നമുക്ക് ഈ രണ്ടാമത്തെ പുസ്തകത്തിലുള്ളത്. ആദ്യത്തെ പുസ്തകത്തിൽ 6 ചാപ്റ്ററും രണ്ടാമത്തെ പുസ്തകത്തിൽ 4 ചാപ്റ്റർ, അങ്ങനെ 10 ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിൽ IT പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ടാമത്തെ പാഠപുസ്തകത്തിൽ വർക്കിംഗ് ഓഫ് ദി ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത്, വിവരസഞ്ചയം, ഒരു ആമുഖം, ഡാറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ചലിക്കും ചിത്രങ്ങൾ, മൂവിംഗ് ഇമേജസ്, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തക സംവിധാനം, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇത്രയും പാഠങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഓരോ പാഠത്തിൽ നിന്നും 15 ചോദ്യങ്ങൾ വീതമാണ് ഈ ക്വിസ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ചോദിക്കാമോ അല്ലേ? ടീം എ തയ്യാറാണ്. ചോദ്യം: ഇന്റർനെറ്റ് പ്രോട്ടോകോളുകളുടെ നവീകരണങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുന്ന ഒരു സംഘടന, നിങ്ങളത് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, IETF. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? IETF is the committee that examines and accords recognition to the revision of the internet protocols. What is the full form of IETF? ഓപ്ഷൻ വേണമെങ്കിൽ നൽകാം. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾക്ക് ഓപ്ഷനുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ ക്വിസ് മത്സരം നമുക്ക് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് തന്നെ മുന്നേറാം. അപ്പോൾ ഓപ്ഷനുകൾ: IETF ആണ് ചോദ്യം, ഇന്റർനെറ്റ് എൻവയോൺമെന്റ് ടാസ്ക് ഫോഴ്സ്, ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്, ഇന്റർനെറ്റ് എന്റർപ്രൈസ് ടാസ്ക് ഫോഴ്സ്, ഇന്റർനെറ്റ് എക്യുപ്മെന്റ്സ് ടാസ്ക് ഫോഴ്സ്. ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്നുള്ള ഉത്തരം അവർ പറഞ്ഞത് ശരിയാണ്. അഭിനന്ദനങ്ങൾ. ഇതിൽ ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് നൽകുന്നത്. തൊട്ടടുത്ത ടീമിന് ചോദ്യം പാസ് ചെയ്ത് ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് അതിന്റെ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ 1 സ്കോർ ലഭിക്കും. ഇങ്ങനെ ഒരു ടീമിൽ നിന്ന് തൊട്ടടുത്ത ടീമിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ പാസിംഗിലൂടെ ചോദ്യം കൈമാറുന്നത്. ഇതിൽ ഉത്തരം പറഞ്ഞ ടീം എക്ക് 2 സ്കോർ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോട്. റെഡി? വളരെ പരിചിതമായിട്ടുള്ള ഒന്നാണ്, ഇന്റർനെറ്റിൽ വളരെ പരിചയമായിട്ടുള്ള ഒന്നാണ് WWW, വേൾഡ് വൈഡ് വെബ്. ചോദ്യം: ഈ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവാര്? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് വേൾഡ് വൈഡ് വെബ്? എനിക്കൊന്നും ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരം പറയാവുന്ന ചോദ്യമാണ് അല്ലെ? ഓപ്ഷൻ വേണോ? പറയൂ ഉത്തരം. ടിം ബെർണേഴ്സ്-ലീ എന്ന ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഇല്ലാതെ തന്നെ അവർ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. 2 സ്കോർ ടീം ബിയും നേടുന്നു. ടീം ബെർണേഴ്സ്-ലീ എന്ന ഉത്തരം ശരിയാണ്. വീവിംഗ് ദ വെബ് എന്ന ഒരു പുസ്തകം കൂടി അദ്ദേഹത്തിന്റെ ആയിട്ടുണ്ട്. ഇന്റർനെറ്റ് ലോകത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് വീവിംഗ് ദ വെബ്, ദ ഒറിജിനൽ ഡിസൈൻ ആൻഡ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് ദ വേൾഡ് വൈഡ് വെബ് ബൈ ഇറ്റ്സ് ഇൻവെന്റർ എന്നുള്ള പുസ്തകം. നിങ്ങൾക്ക് പഠിക്കാനെങ്കിലും അറിവിലേക്ക് പറയാം. അടുത്ത ചോദ്യം: നമുക്കറിയാം ഒരു വെബ് വിലാസത്തിന് ഒരു IP അഡ്രസ് ഉണ്ട്. IP അഡ്രസ് കൂടാതെ ആ വെബിന് പ്രത്യേക പേരും നമുക്ക് ഉണ്ട് അല്ലെ? അത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാനൊരു IP അഡ്രസ് പറയാം. ആ IP അഡ്രസ് ഇങ്ങനെയാണ്: 210.212.233.54 210.212.233.54. ഇത് തുറക്കുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വെബ്സൈറ്റിലേക്കാണ്. മറ്റൊരുദാഹരണം 164.100.0
78.61. ഇത് നാഷണൽ ഇൻഫർമേറ്റീവ് സെന്ററിന്റെ NICയുടെ വെബ്സൈറ്റ് ആണ്. ചോദ്യം 216.58.197.35 ഇത് ഏത് വെബ്സൈറ്റ് ആണ്? 216.58.197.35 വളരെ പരിചിതമായിട്ടുള്ള വെബ്സൈറ്റ് ആണിത്. ഈ IP അഡ്രസ് ഏത് വെബ്സൈറ്റിലേക്കാണ് തുറക്കുക? ടീം സി. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം എന്ന നിലക്കാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറിയുന്ന ഉത്തരം പറയാം. പാസ് ചെയ്യുന്നു. ചോദ്യം ടീം ഡിയിലേക്ക് എത്തുന്നു. ചോദ്യം ആവർത്തിക്കണോ? ദ IP അഡ്രസ് 216.58.197.35 ഈസ് ഓൺഡ് ബൈ ഗൂഗിൾ. കറക്റ്റ് ആൻസർ ഗൂഗിൾ. ടീം ഡി, കൺഗ്രാറ്റ്സ്. ഗൂഗിൾ ആണ് ശരി ഉത്തരം. ടീം ഡിക്ക് പാസ് ചെയ്ത് ലഭിച്ച ചോദ്യമാണ്, അതുകൊണ്ട് അവരിതിൽ ഒരു സ്കോർ നേടുന്നു. അടുത്ത ചോദ്യവും ടീം ഡിയോടാണ് അല്ലേ? ടീം ഡിക്കുള്ള ചോദ്യം, നമ്മൾ നേരത്തെ IP അഡ്രസ് പറഞ്ഞു, അതിന്റെ വെബ് വിലാസവും പറഞ്ഞു, ഗൂഗിളിന്റെ ഒക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം. വെബ് വിലാസങ്ങളെ നമുക്ക് കമ്പ്യൂട്ടർക്ക് തിരിച്ചറിയാവുന്ന IP അഡ്രസ്സുകളായും തിരിച്ചും മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഒരു സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? നെയിം ദ സർവീസ് യൂസ് ടു ഐഡന്റിഫൈ ദ കറസ്പോണ്ടിങ് IP അഡ്രസ്സസ് ഓഫ് എ ഡൊമൈൻ ആൻഡ് വൈസ് വേഴ്സ. IP അഡ്രസ്സിൽ നിന്ന് വെബ് വിലാസത്തിലേക്ക് തിരിച്ച്. ടീം ഡി. DNS ശരി ഉത്തരം. DNS ഡൊമൈൻ നെയിം സർവർ. DNS ശരി ഉത്തരം. ടീം ഡിക്ക് 2 സ്കോർ കൂടി ലഭിക്കുന്നു. ടീം ഇയോടാണ് അടുത്ത ചോദ്യം. നമുക്കൊരു സൈറ്റിന്റെ വെബ് അഡ്രസ് അറിയെങ്കിൽ കമ്പ്യൂട്ടറിലെ ടെർമിനൽ ഉപയോഗിച്ച് അതിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്തു നോക്കിയിട്ടാവും, ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചാണ്. ടെർമിനൽ തുറന്ന് ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത ശേഷം ആ വെബ് വിലാസം അവിടെ കൊടുത്താൽ അതിന്റെ IP അഡ്രസ് നമുക്ക് ലഭിക്കും. ചോദ്യം, ഇതിന് ടെർമിനലിൽ എന്ത് കമാൻഡ് ആണ് നൽകേണ്ടത്? ബൈ യൂസിംഗ് ദ ടെർമിനൽ വി ക്യാൻ ഫൈൻഡ് ദ IP അഡ്രസ് ഓഫ് എ വെബ്സൈറ്റ് ഇഫ് വി നോ ഇറ്റ്സ് ഹോസ്റ്റ് നെയിം. വാട്ട് കമാൻഡ് ഈസ് ടു ബി ഗിവൺ ഇൻ ടെർമിനൽ ടു ഫൈൻഡ് ഔട്ട് ദ IP അഡ്രസ് ഓഫ് എ വെബ്സൈറ്റ്? ആ കമാൻഡ് ആണ് പറയേണ്ടത്. ചോദ്യം പാസ് ചെയ്യുന്നു. അപ്പൊ ടീം ഇക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ചോദ്യം ടീം എക്ക് കൈമാറുന്നു. ചോദ്യം, ടെർമിനലിൽ എന്ത് കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വെബ് വിലാസം അടിച്ചു കൊടുത്താലാണ് നമുക്ക് അതിന്റെ IP അഡ്രസ് ലഭിക്കുക? www. അല്ല മക്കളെ, www എന്നുള്ള ഒരു കമാൻഡ് അല്ല. അപ്പൊ 2 ടീമുകൾക്കും ഉത്തരം ലഭിച്ചില്ല. അതുകൊണ്ട് ഉത്തരം പറയുന്നു ഹോസ്റ്റ് എന്നാണ്. ടെർമിനൽ തുറന്ന ശേഷം ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ആ വെബിന്റെ പേര് അടിച്ചു കൊടുത്താൽ, ഇപ്പൊ ഹോസ്റ്റ് google.com എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിളിന്റെ IP അഡ്രസ് നമുക്ക് ലഭിക്കും. ശ്രദ്ധിക്കുക, പുസ്തകത്തിൽ ഇത് ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച പരീക്ഷയ്ക്ക് ആ സ്കോർ നഷ്ടപ്പെടുത്താതിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ടീം ഇക്കുള്ള അവസരമാണ്. ടീം ഇ. വെബ് പേജുകളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. വെബ് പേജുകൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ്. ചോദ്യം, വെബ് പേജുകൾ പ്രവർത്തിക്കുന്ന പ്രോട്ടോകോൾ എന്ത്? വെബ് പേജസ് വർക്ക്സ് ഓൺ വിച്ച് പ്രോട്ടോകോൾ? ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് നൽകാം. SMTP, HTTP, HTML, SSH. ഇതിൽ ഏതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? വെബ് പേജുകൾ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ്? HTTP. ഉത്തരം ശരിയാണ്, HTTP. ടീം ഇക്ക് 2 സ്കോർ. കൺഗ്രാറ്റ്സ്. അടുത്ത ചോദ്യം ടീം ഡിക്കുള്ള അവസരമാണ്. ചോദ്യം, നമ്മളിപ്പോ ഇന്റർനെറ്റിന്റെ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞു, വെബ് പേജുകളുടെ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞു. വെബ് പേജുകൾ നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇല്ലേ? മുൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ വെബ് പേജുകൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോദ്യം, വെബ് പേജുകൾ നിർമ്മിക്കുന്ന ഭാഷ ഏതാണ്? നെയിം ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്. ഓപ്ഷൻസ് HTTP, HTP, HTML, DNSP. ഉത്തരം പറയാം. HTML ശരി ഉത്തരം. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് HTML ആണ്. ടീം ഡി 2 സ്കോർ നേടുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ടീം സി റെഡി അല്ലേ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വെബ്സൈറ്റുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് URL അല്ലെ? യൂട്യൂബിലൊക്കെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യുമ്പോൾ അതിന്റെ URL ആണ് കോപ്പി ചെയ്യുന്നത്. അപ്പൊ വെബ്സൈറ്റുകളുമായി ബന്ധപ്പെട്ട URL എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് URL അസോസിയേറ്റ് വിത്ത് വെബ്സൈറ്റ്സ്? ഓപ്ഷൻസ് നൽകാം. യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫൈഡ് റിസോഴ്സ് ലൊക്കേറ്റർ, യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേറ്റർ. ഇതിൽ ഏതാണ് URL എന്നതിന്റെ ശരിയായ പൂർണ്ണരൂപം? ടീം സി. യൂണിഫൈഡ് റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫൈഡ് റിസോഴ്സ് ലൊക്കേറ്റർ ഉത്തരം തെറ്റാണ്. ടീം ബിയിലേക്ക് പാസ് ചെയ്യുന്നു. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ശരി ഉത്തരം. പാസ് ചെയ്ത് ലഭിച്ച ചോദ്യമായതുകൊണ്ട് ടീം ബിക്ക് 1 സ്കോർ ലഭിക്കുന്നു.
അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. ചോദിക്കാലോ. വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ കഥകള്, കവിതകള്, ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഇപ്പൊ ധാരാളം സംവിധാനങ്ങളുണ്ട്, ധാരാളം വെബ്സൈറ്റുകളുണ്ട്. അത്തരം വെബ്സൈറ്റുകൾക്ക് പൊതുവെ വിളിക്കുന്ന പേരാണ് ബ്ലോഗുകൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. www.wordpress.com. ഇതിന് നമുക്ക് സൗജന്യമായി ബ്ലോഗുകൾ ആരംഭിക്കാൻ അനുവദിക്കുന്ന ഒരു ബ്ലോഗിംഗ് സൈറ്റാണ്. എന്റെ ചോദ്യം, ഗൂഗിളിന്റെ ഉടമസ്ഥയിലുള്ള ഇത്തരത്തില് നമ്മുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ പേരെന്ത്? ചോദ്യം, ബ്ലോഗ്സ് ആർ വെബ്സൈറ്റ്സ് where we can publish stories, poems and articles. www.wordpress.com is a blogging site that allows us to blogs free of cost. Name another similar website owned by Google. ഗൂഗിളിന്റെ ബ്ലോഗിംഗ് വെബ്സൈറ്റിന്റെ പേര്. ഗൂഗിളിന്റെ സർവീസിൽ തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ടീം ബി www.blogger.com. blogger.com ശരി ഉത്തരം. blogger.com എന്നുള്ളത് ഗൂഗിളിന്റെ ഒരു ബ്ലോഗിംഗ് സർവീസ് ആണ്. നമുക്ക് നമ്മുടെ കഥകളും കവിതകളും നിങ്ങളുടെ സ്കൂളിന് ബ്ലോഗറിൽ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടാവും അല്ലേ? അപ്പോൾ ബ്ലോഗർ എന്നുള്ളത് ഗൂഗിളിന്റെ ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണ്. ശരി ഉത്തരം. ടീം ബിക്ക് 2 സ്കോർ. നമ്മൾ ടീം എയിലേക്ക് എത്തുന്നു. ടീം എ, ഞാൻ 2 സ്റ്റേറ്റ്മെന്റ് പറയും, 2 പ്രസ്താവനകൾ, വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവന പറയാം. അതിൽ ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റാണ്. ഏതാണ് ശരി എന്നാണ് നിങ്ങൾ പറയേണ്ടത്. റെഡിയല്ലേ? ഇതാ ശ്രദ്ധിക്കൂ. 1 അതിലധികമോ വെബ് പേജുകൾ ചേർന്നാണ് ഒരു വെബ്സൈറ്റ്. ഇതാണ് ഒരു പ്രസ്താവന. മറ്റൊരു പ്രസ്താവന, ഒരു വെബ്സൈറ്റിന് ഒരു IP വിലാസം മാത്രമാണ് ഉള്ളത്. ഒരു വെബ്സൈറ്റിന് ഒരു IP വിലാസം മാത്രമാണ് ഉള്ളത്. ഇതിൽ ഒന്ന് ശരിയാണ്, മറ്റേ തെറ്റാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു വെബ്സൈറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. എ വെബ്സൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more web pages. A website has only 1 IP address. Choose the correct statement. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, 1 അതിലധികമോ വെബ് പേജുകൾ ചേർന്നാണ് ഒരു വെബ്സൈറ്റ് അല്ലെ? ആ ഉത്തരം ശരിയാണ്. അതേസമയത്ത് രണ്ടാമത് പറഞ്ഞ ഉത്തരം, ഒരു വെബ്സൈറ്റിന് ഒരു IP വിലാസം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു വെബ്സൈറ്റിന് ധാരാളം IP അഡ്രസ്സുകൾ ഉണ്ടാവും. ഒരു പ്രത്യേക IP അഡ്രസ് തുടങ്ങി പിന്നീട് മാറി മാറി വരുന്ന രൂപത്തിലായിരിക്കും വെബ്സൈറ്റിന്റെ IP അഡ്രസ്സുകൾ. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ടീം എ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. അവര് 2 സ്കോർ നേടുന്നു. ഒന്നാമത്തെ റൗണ്ട് ഈ ഒരു ചോദ്യത്തോടെ അവസാനിക്കുന്നു. ഒന്നാമത്തെ റൗണ്ടില് ഇതുവരെ ഓരോ ടീമുകളും നേടിയിട്ടുള്ള സ്കോർ നമുക്കൊന്ന് പരിശോധിക്കാം. ടീം എ 4 സ്കോർ, ടീം ബി 5 സ്കോർ, ടീം സി സ്കോർ നിലവിൽ നേടിയിട്ടില്ല, ടീം ഡി 5 സ്കോർ, ടീം ഇ 2 സ്കോർ. 2 ടീമുകൾ 5 സ്കോർ നേടിയിട്ടുണ്ട്. ഒരു ടീം 4 സ്കോറാണ്, ഒരു ടീം 2 സ്കോറാണ്, ഒരു ടീം സ്കോർ ബോർഡിൽ എൻട്രി വരുത്തിയില്ല. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് നീങ്ങാം. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. 2ാം റൗണ്ട് ആരംഭിക്കുന്നു. ഇതേ പാഠത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ. ആദ്യത്തെ 5 ചോദ്യങ്ങൾ ഇതേ പാഠത്തിൽ തന്നെയാണ്. ചോദ്യം, ഞാൻ വെബ്സൈറ്റിന്റെ പേര് പറയാം. ആ വെബ്സൈറ്റ് എന്തിനുള്ളതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, വെബ്സൈറ്റിന്റെ പേര് വിമിയോ, VIMEO. വിമിയോ എന്നുള്ള ഈ വെബ്സൈറ്റ് എന്തിനാണ്? ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് വെബ്സൈറ്റ് വിമിയോ? ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻസ്: എ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ബി ഇ കോമേഴ്സ്, സി വീഡിയോ ഗെയിം ഡെവലപ്മെന്റ്, ഡി പ്രൊഫഷണൽ വീഡിയോ ഹോസ്റ്റിംഗ്. ഇതിൽ ഏതിനാണ് വിമിയോ എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്? ടീം എയോടാണ് ചോദ്യം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി വീഡിയോ ഗെയിം ഡെവലപ്മെന്റ് എന്നായിരുന്നു ഓപ്ഷൻ സി. അതിനാണ് ഉദ്ദേശിച്ചത്. അതെ. ആ ഉത്തരം തെറ്റാണ്. നമുക്ക് ഈ ചോദ്യം ടീം ബിക്ക് കൈമാറാം. ടീം ബി. ഓപ്ഷൻ ഡി പ്രൊഫഷണൽ വീഡിയോ. ഓപ്ഷൻ ഡി പ്രൊഫഷണൽ വീഡിയോ ഹോസ്റ്റിംഗ്. അവർ പറഞ്ഞത് ശരി ഉത്തരാണ്. നമ്മുടെ യൂട്യൂബ് പോലെ മെറ്റാ കഫേ പോലെ ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് വിമിയോ. വീഡിയോ ഹോസ്റ്റിംഗിനാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആണ് വിമിയോ. ഓക്കെ, അപ്പൊ ടീം ബി 1 സ്കോർ നേടുന്നു. 2ാം റൗണ്ടില് ടീം ബിയോടുള്ള ചോദ്യം, ഞാൻ ചില സോഷ്യൽ മീഡിയയുടെ പേര് പറയാം. സാമൂഹ്യ മാധ്യമങ്ങളുടെ ചില പേര്: ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡയാസ്പോറ, വാട്സപ്പ്. അതിൽ ട്വിറ്ററിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടുണ്ട് അല്ലെ? എക്സ് എന്നാണ് അതിന്റെ പേര്. പുസ്തകത്തിൽ ട്വിറ്റർ തന്നെ ഉണ്ടാവുക. അപ്പൊ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡയാസ്പോറ, വാട്സപ്പ്. ചോദ്യം, ഇതിലൊന്ന് സ്വതന്ത്ര വിവര വിനിമയ സങ്കേതമാണ്. സം ഓഫ് ദ വെൽ നോൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആർ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡയാസ്പോറ ആൻഡ് വാട്സപ്പ്. വിച്ച് ഓഫ് ദീസ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? ടീം ബി. ഡയസ്പോറ. ഡയാസ്പോറ ശരി ഉത്തരാണ്. ഓപ്പൺ സോഴ്സിലുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് ഡയാസ്പോറ. ടീം ബി 2 സ്കോർ ഈ ചോദ്യത്തിന് മാർക്കായി നേടുന്നു. ചോദ്യം ടീം സിയോടാണ്. ടീം സി നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇനി +1 തുടർന്ന് പഠിക്കേണ്ടവരാണ്. നിങ്ങൾക്കറിയാം, +1 പ്രവേശനത്തിന് ഏകജാലക സംവിധാനമാണ് അല്ലെ? നിങ്ങൾക്ക് ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ
ഒരു അപേക്ഷ കൊടുത്താൽ മതി. എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും എത്ര സ്കൂൾ വേണമെങ്കിലും ആ അപേക്ഷയിൽ ചേർത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒറ്റ സ്കൂളിൽ അപേക്ഷ കൊടുത്താൽ മതി. ഇതിന് ഏകജാലക സംവിധാനം വിളിക്കുക. ചോദ്യം, ഏകജാലക സംവിധാനത്തിലൂടെ +1 അഡ്മിഷൻ നടത്തുന്ന ആ വെബ്സൈറ്റിന്റെ പേരെന്ത്? ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ സിംഗിൾ വിൻഡോ സിസ്റ്റം വെബ്സൈറ്റ് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ? ഓപ്ഷൻസ് +2 ക്യാപ്പ്, സമ്പൂർണ്ണ, HS ക്യാപ്പ്, ഗേറ്റ്വേ. ഇതിൽ ഏതാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ? +2 ക്യാപ്പ്, സമ്പൂർണ്ണ, HS ക്യാപ്പ്, ഗേറ്റ്വേ. ടീം സി +2 ക്യാപ്പ്. +2 ക്യാപ്പ് അല്ല മക്കളെ, ആ ഉത്തരം തെറ്റായിരുന്നു. നമുക്കിത് ചോദ്യം ടീം ഡിക്ക് പാസ് ചെയ്യുന്നു. ടീം ഡി +1 പ്രവേശനത്തിനുള്ള ഏകജാലക വെബ്സൈറ്റിന്റെ പേര് +2 ക്യാപ്പ്, സമ്പൂർണ്ണ, HS ക്യാപ്പ്, ഗേറ്റ്വേ. ഇതിലേതാണ്? നിങ്ങൾക്ക് ഇപ്പോഴും അപേക്ഷിക്കേണ്ടതാണ്. ഇനി മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ അതിലാണ് നമ്മൾ അപേക്ഷ നൽകുകയും പ്രവേശനത്തിന്റെ എല്ലാ വിവരങ്ങളും ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. സമ്പൂർണ്ണ തെറ്റാണ്. 2 ടീമും ഉത്തരം ശരിയായി പറഞ്ഞില്ല. HS ക്യാപ്പ് ആണ് +1 പ്രവേശനമുള്ള വെബ്സൈറ്റ്. ഓക്കെ, മറക്കുമല്ലോ. HS ക്യാപ്പ് വെബ്സൈറ്റ് ഫോർ +1 സിംഗിൾ വിൻഡോ അഡ്മിഷൻ. അടുത്ത ചോദ്യം ടീം ഡിയോട്. റെഡി? ചോദ്യം ഇ ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ഇ ബാങ്കിങ്, ഞാൻ അതിൽ നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഇ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ പറയാം. അതിൽ 1 ശരിയല്ല. ഏതാണ് ആ തെറ്റായ പ്രസ്താവന എന്നാണ് നിങ്ങൾ പറയേണ്ടത്. 4 സ്റ്റേറ്റ്മെന്റിൽ 3 ശരിയാണ്, 1 തെറ്റാണ്. തെറ്റായ പ്രസ്താവന, ഇ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ഈ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് പറയാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രസ്താവനകൾ: എ, ബാങ്കിൽ പോകാതെ തന്നെ ഇടപാടുകൾ നടത്താം. ബി, എല്ലാ ഉപഭോക്താക്കളുടെയും അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും. സി, ഓൺലൈൻ ഇടപാടുകൾ OTP ഉപയോഗിച്ച് സുരക്ഷിതമാണ്. ഡി, നിങ്ങളുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. എ, you can do transactions without going to bank. B, you can find out account details of all customers. C, online transactions are secure with OTP. D, you can check your account details from anywhere anytime. ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി. എന്താ നമ്മൾ പറഞ്ഞത്? തെറ്റായ പ്രസ്താവന എന്തായിരുന്നത്? എല്ലാ ഉപഭോക്താക്കളുടെയും അക്കൗണ്ട് വിവരങ്ങൾ കണ്ടെത്താനാണ് അല്ലെ? ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ഡി പറഞ്ഞ ഉത്തരം ഇ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു പ്രസ്താവന തെറ്റായിരുന്നു. യു ക്യാൻ ഫൈൻഡ് ഔട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് എന്നുള്ളത് ഒരിക്കലും ഇ ബാങ്കിങ്ങിന് സാധ്യമല്ല. ടീം ഡിയുടെ ഉത്തരം ശരിയാണ്. ടീം ഡി 2 സ്കോർ നേടുന്നു. അടുത്തത് ടീം ഇക്കുള്ള ചോദ്യമാണ്. ഒരു വ്യക്തിയുടെ, നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ വായിക്കാം. ഇത് ആരുടെ അഭിപ്രായമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാകും. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഇന്റർനെറ്റ് അത്രമാത്രം ഇഴുകിച്ചേരും എന്ന അർത്ഥത്തിലുള്ള ഈ ഒരു പ്രസ്താവന നടത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇൻ ദ ഫ്യൂച്ചർ വി ഡോണ്ട് ഈവൻ ഫീൽ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഇന്റർനെറ്റ്. ഇറ്റ് വിൽ പെർമനന്റ്ലി be a part of our lives like air and water. ഇത് ആരുടെ പ്രസ്താവനയാണ്? നിങ്ങളുടെ ഈ പാഠഭാഗം തുടങ്ങുന്നത് ഈ ഒരു പ്രസ്താവന മുൻനിർത്തിക്കൊണ്ടാണ്. ആരുടെ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, പ്രോഗ്രാമർ ആണ്. ഞാൻ ഓപ്ഷൻസ് കൊടുത്തരാം. അലൻ ട്യൂറിംഗ്, റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ, എറിക് സ്മിത്ത്, വിൻസർഫ്. ഇതിൽ ആരുടെ പ്രസ്താവനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വായുവും വെള്ളവും പോലെ ഇന്റർനെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും എന്നുള്ളത്? ടീം ഇ ഉത്തരം ടീം എക്ക് പാസ് ചെയ്യാം. ഓപ്ഷൻ സി എറിക് സ്മിത്ത് ശരി ഉത്തരാണ്. അത് ഇത്ര സംശയം? എറിക് സ്മിത്ത് ടീം ഇ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ഇ ഇതിന് 2 മാർക്ക് നേടുന്നു. ചോദ്യം ടീം ഇയോട് തന്നെയാണ്. റെഡി? നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നു. ആ ചാപ്റ്റർ ഡാറ്റാബേസുകളെ കുറിച്ചാണ് അല്ലെ? റെഡി? അടുത്ത ചോദ്യം നമുക്ക് പുതിയ പാഠത്തിൽ നിന്നാണ്. ഡാറ്റാബേസ് ഒരാമുഖം എന്നുള്ള ഡാറ്റാബേസ് ആൻഡ് ഇൻട്രോഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ടീം ഇ റെഡിയാണ് അല്ലെ? ആദ്യത്തെ ചോദ്യം, പക്ഷേ നമ്മൾ ഈ ചോദ്യത്തെ നേരത്തെ ഒന്ന് തൊട്ട് പോയിട്ടുണ്ട്. ദ ഡാറ്റ റിഗാർഡിംഗ് ലാക്സ് ഓഫ് കേരള സ്കൂൾ സ്റ്റുഡൻസ് ഹാവ് ബീൻ സിസ്റ്റമാറ്റിക്കലി കമ്പൈൽഡ് ഓൺ എ വെബ്സൈറ്റ്. അതിന്റെ പേര്? കേരളത്തിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ വെബ്സൈറ്റിന്റെ പേര് പറയാം. ഉത്തരം പറയാം. ഉത്തരം സമ്പൂർണ്ണ ശരി ഉത്തരാണ്. ടീം ഇ 2 സ്കോർ. അടുത്ത ചോദ്യം ടീം ഡി. ഡാറ്റാബേസ് ആണ് നമ്മുടെ ചാപ്റ്റർ. മൈക്രോസോഫ്റ്റ് ആക്സസ് കേട്ടിട്ടുണ്ടല്ലോ. വിൻഡോസ്, നമ്മൾ വിൻഡോസ് സ്കൂളിൽ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉബുണ്ടു മാത്രമാണ് ഇപ്പോഴും. ഉബുണ്ടു 18.04 ആണ് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. വിൻഡോസിലുള്ള ഒരു DBMS. എന്താ DBMS? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ? വിൻഡോസിലുള്ള ഒരു DBMS ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. ഡാറ്റാബേസ് മാനേജ്മെന്റിന് നമ്മൾ നമ്മുടെ ഉബുണ്ടു സോഫ്റ്റ്വെയറിലുള്ള ഓഫീസ് പാക്കേജിന്റെ പേരെന്ത്? മൈക്രോസോഫ്റ്റ് ആക്സസ് ഈസ് എ വിൻഡോസ് ബേസ്ഡ് DBMS. നെയിം ദ ഉബുണ്ടു ബേസ്ഡ് ഓഫീസ് പാക്കേജ് സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റാബേസ് മാനേജ്മെന്റ്. ചോയ്സ് വേണോ? ചോയ്സ് റൈറ്റർ, കാൽക്ക്, പൈത്തൺ, ലിബ്രെ ഓഫീസ് ബേസ്. ലിബ്രെ ഓഫീസ് ബേസ് ശരി ഉത്തരം. ടീം ഡി 2 സ്കോർ.
ചോദ്യം ടീം സിക്ക്. ഓക്കെ, ഞാൻ ചില ഫയൽ ഫോർമാറ്റുകൾ പറയാം. ഇതിൽ ഏത് ഫയൽ ഫോർമാറ്റ് ആണ് ഡാറ്റാബേസ് ഫയലുകൾ സേവ് ചെയ്യുന്നതിനുള്ള ഫയൽ ഫോർമാറ്റ്? ഡാറ്റാബേസ് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് എക്സ്റ്റൻഷനിലാണ് സേവ് ചെയ്യുക? ഇൻ വിച്ച് ഫയൽ ഫോർമാറ്റ് ദ ഡാറ്റാബേസസ് ഫയൽസ് ആർ സേവ്ഡ്? .odb, .odt, .odp, .pdf ഏതിലാണ് ഡാറ്റാബേസ് ഫയലുകൾ സേവ് ചെയ്യപ്പെടുന്നത്? .odb, .odt, .odp, .pdf. .odb. ശരി ഉത്തരം. .odb ആണ് ഡാറ്റാബേസ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ. അതിന്റെ ഫയൽ ഫോർമാറ്റ് .odb ആണ്. ടീം സി 2 സ്കോർ നേടുന്നു. ടീം ബി റെഡി ആണല്ലോ അല്ലെ? എന്തായാലും നമ്മുടെ ഈ IT പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഒട്ടുമിക്കവാറും ചോദ്യങ്ങൾ എല്ലാ വർഷവും ഏതാണ്ടൊക്കെ ആവർത്തിച്ച് തന്നെയാണ് വരിക. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യം ആവണം. അത് ഈ പാഠപുസ്തകത്തിനുള്ളതെന്ന് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്കവാറും വർഷങ്ങളിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഈ റേഡിയോ ടീച്ചർ പരിപാടിയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പല ചോദ്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ഈ വരുന്ന പരീക്ഷയിലും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഇത് കേൾക്കുന്ന കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഇതുകൊണ്ട് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഉപകാരം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം ടീം ബി അല്ലെ? ഒരു ഡാറ്റാബേസിൽ നിങ്ങൾക്കറിയാം ഫോം ഉണ്ട്, ടേബിൾസ് ഉണ്ട്, ക്വറീസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിൽ എവിടെയാണ് ഏതിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ചോദ്യം ഇൻ എ ഡാറ്റാബേസ് വേർ ദ ഡാറ്റ ആർ ഇൻക്ലൂഡഡ്. ഫോംസ് ആണോ, ടേബിൾസ് ആണോ, ക്വറീസ് ആണോ, റിപ്പോർട്ട്സ് ആണോ? ഏതിലാണ് ഡാറ്റ ഉണ്ടാവുക? ടീം ബി. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി: ഫോംസ്, ടേബിൾസ്, ക്വറീസ്, റിപ്പോർട്ട്സ്. ഏതിലാണ് ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പറയൂ. ഫോംസ് എന്നാണ് അവര് ഉത്തരം പറഞ്ഞേക്കുന്നത്. ആ ഉത്തരം തെറ്റാണ്. ടീം എക്ക് അവസരം ലഭിക്കുന്നു. ചോദ്യം കൂടി: ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഫോം, ടേബിൾസ്, ക്വറീസ്, റിപ്പോർട്ട്സ്. ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റാബേസ് നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോൾ അത് ഇതിൽ ഏതിലേക്കാണ് പോകുന്നത്? ഉത്തരം ടേബിൾസ്. ശരി ഉത്തരം. നമ്മൾ ഡാറ്റ നൽകുന്നത് ടേബിളിലേക്കാണ് അല്ലെ? ഫോമിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ടേബിളിലേക്കാണ് ഡാറ്റ പോകുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ്? എവിടെയാണ് ഡാറ്റ ഉൾപ്പെടുന്നത്? എവിടെയാണ് ഡാറ്റ സേവ് ചെയ്യപ്പെടുന്നത്? ഡാറ്റ ഉൾപ്പെടുത്തുന്നത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ്. ടേബിളിലാണ് എപ്പോഴും ഡാറ്റാബേസിൽ ഡാറ്റ ഉണ്ടാവുക. ഓക്കെ, ടീം എ ശരി ഉത്തരം പറഞ്ഞു. അവർക്കത് പാസ് ചെയ്ത് കിട്ടിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ 1 സ്കോർ ലഭിക്കുന്നു. അടുത്ത അവസരം ടീം എക്ക് തന്നെയാണ്. ചോദിക്കാലോ അല്ലെ? ഒരു ഡാറ്റാബേസ് ഫയൽ തുറക്കുമ്പോൾ നമുക്കവിടെ കുറെ പാനലുകൾ കാണാം. ആ പാനലില് നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള പാനൽ: ടാസ്ക് പാനല്, ഡാറ്റാബേസ് പാനല്, അതുപോലെ വർക്ക് ഏരിയ പാനൽ. എന്റെ ചോദ്യം എവിടെയാണ് നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന ടേബിളും ക്വറിയും ഒക്കെ ഈ ഡാറ്റാബേസിൽ ഏത് പാനലിലാണ് ഉണ്ടാവുക? ഒരിക്കൽ കൂടി: ഡാറ്റാബേസ് നമ്മൾ തുറന്നാല് അവിടെ ഡാറ്റാബേസ് പാനൽ ഉണ്ടാവും, അതുപോലെ ടാസ്ക് പാനൽ ഉണ്ടാവും, വർക്ക് ഏരിയ പാനലും ഉണ്ടാവും. നമ്മൾ പുതുതായി പുതുതായി നമ്മൾ സൃഷ്ടിക്കുന്ന ക്വറികളും ടേബിളുകളും ഒക്കെ ഇതിൽ ഏത് പാനലിലാണ് ഉണ്ടാവുക? വെൻ യു ഓപ്പൺ ദ ഡാറ്റാബേസ് ഫയൽ യു വിൽ സീ എ വിൻഡോ with 3 panels: the database panel, task panel and work area panel. Question: where will be the table or query that we create appear among these panels? ടാസ്ക് പാനലല്ല നമ്മൾ ചെയ്യുന്ന പുതിയ വർക്കുകൾ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ടുകളായാലും ക്വറികളായാലും ടേബിളൊക്കെ ആയാലും അത് അപ്പിയർ ചെയ്യുന്നത് ടീം ബിക്ക് ഉത്തരം പറയാം. വർക്ക് ഏരിയ പാനലിൽ നിന്ന് ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബി പാസ് ചെയ്ത് കിട്ടിയ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് 1 സ്കോർ നേടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ചോദ്യങ്ങൾ കൂടി ഫിനിഷ് ചെയ്തു. രണ്ടാം റൗണ്ടിലെ വിവിധ ടീമുകൾ നേടിയിരിക്കുന്ന സ്കോർ നമുക്കൊന്ന് പരിശോധിക്കാം. ടീം എ 1 സ്കോർ നേടിയിരിക്കുന്നു. ടീം ബി 4 സ്കോറാണ് നേടിയിട്ടുള്ളത്. ടീം സി 2 സ്കോർ ഈ റൗണ്ടിൽ നേടി. ടീം ഡി 4 സ്കോർ നേടിയിട്ടുണ്ട്. ടീം ഇ 4 സ്കോർ നേടിയിട്ടുണ്ട്. എന്തായാലും നല്ല അറിവുള്ള, നന്നായി പഠിക്കുന്ന, മനസ്സിലാക്കുന്ന കുട്ടികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഈ സ്കോറുകൾ അതിനുള്ള തെളിവ് കൂടിയാണ്. ഇതേ വിജയം നിങ്ങൾക്ക് വരുന്ന പരീക്ഷയിലും ജീവിതത്തിലൊക്കെ ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി പ്രശ്നോത്തരി തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.